ഖുർആനെയൊക്കെ വിമർശിക്കുന്ന ആളുകളുടെ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾത്തു പോകേണ്ടി വരും, കേൾക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ പുത്തൻവാദികളുടെ, യുക്തിവാദികളുടെ, അതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയാത്ത, മറുപടി പറയാൻ അറിയാത്ത ആളുകൾ പോയി കേൾക്കരുതെന്നാണ് നിയമം. പക്ഷെ കേട്ടു പോകുന്നതിനെ ഒന്ന് തടയിടാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഖുർആനിൽ മഴയെ സംബന്ധിച്ച് ഒരുപാട് ഖുർആൻ പറഞ്ഞു. അതും ഈ മഴയുടെ ഇമാം റാസി റളിയല്ലാഹു തആല അവിടുത്തെ തഫ്സീറുൽ ഉസ്താദിന്റെ മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്കൂളൊക്കെ പഠിച്ച ആളുകൾക്കറിയാം, നമ്മുടെ വെള്ളം, ഭൂമിയിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് പോയി അത് പിന്നീട് തണുത്ത് പിന്നെ താഴോട്ടേക്ക് വരുന്ന പ്രക്രിയക്കാണ് മഴ എന്ന് പറയുന്ന ശാസ്ത്രീയം എന്ന് പറയുന്ന ഒരു വിവരണം. അത് ഇമാം റാസി വിശദമായി പറഞ്ഞു. പക്ഷേ നീരാവിയായി പോകണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം വെള്ളം വേണ്ടേ? ആ വെള്ളം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യമാണ്. നീരാവി ആകണമെങ്കിൽ നീരാവി ആക്കുന്ന യുദ്ധം വേണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വീണ്ടും മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചാലും പറഞ്ഞാലും പഠിച്ചാലും ഒക്കെ അവിടെ പിന്നെയും കുറെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ചോദ്യങ്ങൾ. ലാസ്റ്റ് ഇമാം റാസി റളിയല്ലാഹു പറയുന്നു, ഇതൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല, ഇത് ഒക്കെ അള്ളാഹു നൽകുന്നു ഒറ്റ വാചകം പറയലാണ് നല്ലത് എന്ന് ഇമാം റാസി റളിയല്ലാഹു തആല ഈ ശാസ്ത്രീയരൊക്കെ ശരിക്കും പൂർണ്ണമായി വിവരിച്ച ശേഷം റാസി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നത് നക്ഷത്രങ്ങളാണ് മഴ ഉണ്ടാക്കുന്നതാണ്. മുഖർന ബിനൗഇകദ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇന്ന് നക്ഷത്രം കൊണ്ട് മഴ ഉണ്ടായി. വാസ്തവത്തിൽ അത് നമ്മൾ ചിലപ്പം ചില ആളുകൾ പറയും, അല്ലെങ്കിൽ പറയാനുള്ള ഒരു വാക്യം, എന്റെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കോഴി കൂടുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നത് എന്ന് പറയുന്ന ആദ്യം മനസ്സിലാണ്. ഈ നക്ഷത്രവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കാരണം എന്നുള്ള ബന്ധം ഉണ്ടാകാം. അതേ സമയത്ത് അല്ലാഹു തആല നമുക്ക് മഴ നൽകുന്നു. അൽഹംദുലില്ലാഹ്, മഴ ലഭിച്ചാൽ നമുക്ക് ഒരുപാട് നിയമങ്ങൾ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. മഴ നോക്കി നിൽക്കാൻ പാടില്ല. മഴ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, അത് കറാഹത്താണെന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തൊരു ഹലാക്കിന്റെ മഴയാണ്. കുറച്ച് മഴ കൂടുമ്പോഴേക്ക് എന്ത് ചെയ്യാം, എന്തൊരു ഹലാക്കിന്റെ മഴ എന്ന് പറയാം. ചിലപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും പാലങ്ങളോ അല്ലെങ്കിൽ നമ്മളെ നിർമ്മാണത്തിലുള്ള അപാകത കൊണ്ട് എന്തെങ്കിലും റോഡൊക്കെ തകർന്നു പോയി, അതൊക്കെ നമ്മളെ തകരാറുകളാണ്, അത് മഴയുടെ തകരാറിലാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് മഴയെ ആക്ഷേപിക്കുക അത് പാടില്ല എന്നാണ്. മഴയെ ആക്ഷേപിക്കാൻ പാടില്ല, വെയിലിനെ ഒന്നിനെയും ആക്ഷേപിക്കാൻ പാടില്ല. ഇനി അനന്തകർ, ഞാനാണ് കാലത്തെ നിയന്ത്രിക്കുന്നത്. മൊത്തത്തിൽ പൊതുവിൽ മഴ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് എന്നർത്ഥം. അനുഗ്രഹമായി നമ്മൾ കാണണം. അതോടൊപ്പം ഈ മഴ നമ്മളെ അല്ലാഹുവിലേക്ക്, പരലോകത്തിലേക്ക് ചിന്തിപ്പിക്കണം, പരലോകവുമായി ബന്ധിപ്പിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത. മഴയെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, ഈ ഭൂമിയിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. മഴ പെയ്താൽ നേരത്തെ ഉണങ്ങി കിടന്ന, നമുക്കറിയാം നമ്മുടെ പ്രദേശമൊക്കെ ഉണങ്ങി പച്ചപ്പോളൊന്നും തീരെ ഇല്ലാതെ എല്ലാം വരണ്ട് അങ്ങനെയുള്ള വയലുകളും അങ്ങനെയുള്ള പ്രദേശങ്ങളുമെല്ലാം ഇപ്പോൾ മഴ പെയ്തു എന്നുള്ള ഹാഫിലിംഗ് കുറവുണ്ടാവും കുറച്ചൊക്കെ. പിന്നെ അതിന്റെ മേൽ നമ്മൾ വെള്ളത്തെ മഴയെ ഇറക്കിയാൽ ഭൂമി പച്ചപ്പില്ലാതെ വരണ്ടുണങ്ങിയതായി നിങ്ങൾ കാണും. അങ്ങനെ മഴ അതിന്റെ മേൽ വർഷിച്ചാൽ അത് നല്ല പച്ചപ്പുള്ളതായി നല്ല സജീവമായി കാണും. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത. ഇതിനെ സജീവമാക്കിയ അല്ലാഹു,
ഈ ഭൂമിയെ മഴ കാരണമായി ജീവിപ്പിച്ച അല്ലാഹു, ആ അല്ലാഹു ലമുഹ്യിൽ മൗത, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നവനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഴ കാണുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സുകളിലേക്ക് വരണം. ഈ മഴ പെയ്ത് പച്ചപ്പുകൾ കാണുമ്പോൾ ഇതുപോലെ ഒരു പുനർജീവിതം, നമ്മുടെ സസ്യങ്ങൾ പുനർജനിച്ചു ജീവിച്ചു, ഇതുപോലെയുള്ള ഒരു ജീവിതം എനിക്കുമുണ്ട് എന്ന ഒരു ബോധം നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിലേക്ക് വരണം. അങ്ങനെ മഴ എന്ന് പറയുന്ന ഈ അത്ഭുതകരമായ പ്രതിഭാസം നമ്മൾ അല്ലാഹുവിലേക്ക് നയിക്കുകയും നാം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യേണ്ട വലിയ ഒരു പ്രതിഭാസമാണ് മഴ. മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു ഉപകരിക്കുന്ന നല്ല മഴയാക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇടിയും മിന്നും അതൊക്കെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച സംഗതിയാണ്. ഇടിയെടുക്കുമ്പോൾ മിന്നെടുക്കുമ്പോഴൊക്കെ പഴയ കാലത്ത് നമ്മളോട് നമ്മുടെ മുതിർന്ന ആളുകൾ പറയാറുണ്ട്, പുറത്തിങ്ങനെ നിൽക്കുമ്പോ പുറത്ത് നിൽക്കല്ല, അത് അകത്ത് പോയി നിൽക്കണം, ഇടിയെടുക്കുമ്പോൾ മിന്നെടുക്കുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. അത് സംഗതി അതിൽ ചെറിയൊരു ശരി അല്ല, വലിയൊരു ശരി അതിലുണ്ട്. മിന്നിനെയും ഇടിയിനെയും ഒക്കെ കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് ഇങ്ങനെ നോക്കുന്നത് ശരിയല്ല, കറാഹത്താണ് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. യഖാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും എന്ന വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിലും ഇമാമികൾ അത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ആകയാൽ ഈ മഴക്കാലത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മഴ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും, ഉത്തരമുണ്ടാകും. അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രാർത്ഥിക്കുകയും അടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭമാണ് മഴ പെയ്യുന്ന സന്ദർഭം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ബോധിപ്പിച്ചു. അതോടൊപ്പം തന്നെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും വെള്ളക്കെട്ടുകളിൽ പോവുക, അതേപോലെ എവിടെയെങ്കിലും നമുക്ക് ആഴം മനസ്സിലാകാത്ത സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ കുട്ടികളെയും വീട്ടിലുള്ള ആളുകളെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളെ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് ഇപ്പൊ സമൂഹം വളരെ പിറകോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മുമ്പ് കാലത്തേക്കാൾ കൂടുതൽ കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ടാണത്? അത് രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറവ് തന്നെയാണ് അതിന്റെ ഒരു പരിധി വരെയുള്ള കാരണം. രക്ഷിതാക്കൾ മുഴുവൻ ഓൺലൈനില്ല, രക്ഷിതാക്കൾ മുഴുവൻ മൊബൈലില്ല, അവരവരുടെ ലോകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുട്ടികൾ അവരുടേതായ ലോകത്തുമാണ്. കുട്ടികളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ എന്ത് കളിക്കുന്നു എന്ന് നോക്കാനോ ഒന്നും ഉമ്മമാർക്ക് അല്ലെങ്കിൽ വാപ്പമാർക്ക്, രക്ഷിതാക്കൾക്ക് സമയമില്ലാത്തൊരു ചുറ്റുപാട്. ഏത് വീടുകളിൽ പോയാലും അതിന്റെ അടയാളങ്ങൾ ഇങ്ങനെ നമുക്ക് പ്രകടമാകും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, വീട്ടിലൊക്കെ ചെന്നാൽ പഴയതുപോലെയല്ല, കുട്ടികളുടെ അച്ചടക്കങ്ങൾ കുറയുന്നുണ്ട്. ആ കുറയുന്നതിന്റെ കാരണം രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് രക്ഷിതാക്കളാകുന്ന നാം നമ്മുടെ കുട്ടികളെ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം. നമ്മളും ശ്രദ്ധിക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, ഒരു നിലക്കുള്ള നാശങ്ങളിലേക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോയി ഇടാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് തകരാറ് പറ്റുന്ന, നമുക്ക് തകരാറ് പറ്റുന്ന ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല. നല്ല മഴക്കാലാണ്, കാറ്റടിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് നമ്മുടെ കാലാവസ്ഥാ വകുപ്പൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുറത്തിറങ്ങരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ അതിനെയൊക്കെ അനുസരിച്ച് തന്നെയാണ് ഒരു മുഅ്മിൻ വേണ്ടത്, വിശ്വാസി വേണ്ടത്. കാലാവസ്ഥയുടെ മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരിക്കൽ.